എന്ന് ആക്ച്വലി നിങ്ങൾ ഒന്നിക്കുന്നത് കല്യാണം നമുക്ക് അത് തുടങ്ങി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, വിത്ത് മീ ടുഡേ അമ്പാടി ആൻഡ് അലീന. റിയൽ നെയിം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഖിൽ നായർ. യെസ്, പറയൂ. നമ്മള് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. എന്ന് ആക്ച്വലി നിങ്ങൾ ഒന്നിക്കുന്നത് അത് നമുക്കേ അറിയില്ല, പെട്ടെന്ന് കൺഫ്യൂഷനിലാണ് ആക്ച്വലി. Because of her family issues and my issues. പറയണ്ട, ലീക്കാക്കാൻ പാടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മൈൽസ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ഇട്ട് കൊടുക്കാം. ഡയറക്ടർ കൊടുക്കും. ചേട്ടൻ നല്ല മൂഡില്ല, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ റിയൽ ലൈഫിൽ ഒന്നിക്കുന്നത് എപ്പോഴാ? റിയൽ ലൈഫില് ടിവിയിൽ ഒന്നിക്കുന്നത് എപ്പോഴാ? നിങ്ങൾ രണ്ടുപേരും നായകനും നായിക ഒന്നിച്ചോ? ഇപ്പൊ എൻഗേജ്മെന്റ് ആയി, ഇനി മാരേജ് കുറച്ച് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ദിവസം നടക്കും. ഞങ്ങൾക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാവും, നിങ്ങൾക്കും അതേ. എന്തായാലും ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ഇങ്ങനെ പരക്കം മാറ്റി കുറെ അധികം കഥകൾ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഒന്നിക്കും, ഇപ്പൊ ഒന്നിക്കും വല്ലതും നടക്കുമോ? റിയൽ ലൈഫിൽ ഇനി എപ്പോഴാണ് ഒന്നിക്കുന്നത്? റിയൽ ലൈഫില് നമ്മൾ എവിടെ ഇല്ല, നിഖിൽ നായരും കല്യാണം ചെയ്യില്ല. കല്യാണം കഴിക്കില്ലെന്ന് അല്ല, അത് ഞാനല്ല, ഇവരാ. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കിട്ട് ക്ലൂ കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പൊ ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞ്. എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? പ്ലീസ്, ഞങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് ഇല്ല. വേറെ ആൾക്കാർ, ഫാൻസ് ആയാലും വേറെ ചാനൽസ് ആയാലും സിംപ്ലി പുട്ട് സം ക്യാപ്ഷൻസ്. ഇവർ വിവാഹിതരാകുമോ ക്വസ്റ്റ്യൻ ഇവർ തമ്മിൽ പ്രണയത്തിലാണോ ക്വസ്റ്റ്യൻ മാർക്ക്. ആൾക്കാർ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് അയക്കും, ഓ നിങ്ങൾ മാരീഡ് ആണല്ലേ, നിങ്ങൾ ലവിലാണല്ലേ. ഫുള്ള് വാക്യത്തില്ല, ഗെറ്റ് ഇൻ ആൻഡ് വാച്ച് ഇൻസൈഡ് കണ്ടന്റ്. ചുമ്മാ അങ്ങ് അയച്ചിട്ട് വിശ്വസിക്കുമല്ലോ. ബിക്കോസ് പീപ്പിൾ ചുമ്മാ സ്ക്രോൾ ചെയ്യുമല്ലോ ഇങ്ങനെ ക്യാപ്ഷൻ കണ്ടിട്ട്, ഓ എന്റെയും ശ്രീധര ഫോട്ടോ ഉണ്ട്, ഓക്കെ ഇവർ തമ്മിൽ ലവ് ആണ്, ഓക്കെ നൈസ്, ഓ ഇവർ മാരീഡ് ആണ് ഓൾറെഡി, ഓക്കെ നൈസ്. അപ്പൊ ഇത് കണ്ടിട്ട് ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഉണ്ട്, ലൈക്ക് വി ആർ ഓൾറെഡി സംതിങ് ഹാപ്പനിങ്. ഓഡിയൻസ് അത്ര ഇൻവോൾവ് ആയിട്ടുണ്ട്. അമ്പാടി അലീനന്റത് ഒരു റിയൽ ലൈഫ്, ഐ മീൻ റിയൽ ക്യാരക്ടർ പോലെ അത്ര ഇൻവോൾവ്മെന്റ്. പുറത്ത് ആൾക്കാർ കണ്ടാലും they think like we are still the same outer. നമ്മുടെ കെമിസ്ട്രി അവളോ സൂപ്പർ ആണ്. ഇമ്പാക്ട് ആയിട്ടുണ്ട് ആൾക്കാർ. സോ ആ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ഇന്ന് മാറ്റാം. ശരിക്കും ഒന്നുമില്ലേ? അപ്പൊ ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് അമ്മമാര് ഈ പറയുന്ന പോലെ, ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ഒരുപാട് അമ്മമാര് വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിട്ട്. മേബി അമ്പാടി അലീന ഒന്നിക്കാൻ വേണ്ടി മേബി അതായിരിക്കും. അതല്ലാതെ നിങ്ങള് ശരിക്കും റിയൽ ലൈഫിൽ ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് അമ്മമാരും ഉണ്ട്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചോദിക്കാറില്ലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അമ്മമാര് വന്ന് ചോദിക്കാറില്ലേ? എന്നോട് ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ, കൊച്ചിനെ കെട്ടിക്കൂടെ. എനിക്കും അതാ ചോദിക്കാനുള്ള, കെട്ടിക്കൂടെ. എന്തൊക്കെ ഞാൻ പറയല്ലേ, ഇവരൊന്നും തുറന്ന് സമ്മതിക്കുന്നില്ല, പക്ഷെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒന്നുമില്ല സമ്മതിക്കാൻ. അതാണ് സത്യം. നിങ്ങളെ വന്നിട്ട് നിങ്ങളുടെ ആൻസർ, ഐ മീൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, ആൻസർ അവരുടെ അടുത്ത് ഉണ്ട്, നമ്മൾ പറയണം. പക്ഷെ ആക്ച്വലി ഈ ഒരു ഡൗട്ട് കാരണം പീപ്പിൾ ആർ നോട്ട് അപ്രോച്ചിങ് us more actually. See, I am single, she is single. the feeling many girls stopped approaching because they think we are both dating each other. അതുപോലെ തന്നെ ശ്രീധനും കുറെ ബോയ്സ് അപ്രോച്ച് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. They think she is dating me. അപ്പം എക്സ്ക്ലൂസീവ് ആയിട്ട് പറയുവാണ്, we both are single, so please come and approach her. என்ன நடக்குது? என்ன அப்ரோச்? என்ன ഇത്? ഇതൊരു യൂട്യൂബ് ചാനലാണ്, ഇത് வந்து വേற மாதிரி പോയിട്ട് ഇരിക്കുന്നു. സത്യത്തിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, അപ്പടില്ല. അത് പറയുന്നുള്ളൂ, സീക്രട്ട് അല്ലേ അങ്ങനെ. ഓക്കെ, ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്ത് സീനാ? ഇപ്പൊ നമ്മളിപ്പോ ഇവരുടെ സെറ്റിലായിരിക്കുന്നത്, ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആക്ച്വലി എന്താ ഇവിടെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ വന്നിട്ട് ക്യാമറ വന്നിട്ട് അമ്പാടി അലീനയും ക്യാപ്ചർ ചെയ്യുന്നത്. കൂടെ വന്നിട്ട് അച്ഛനുണ്ട്, പിന്നെ ഓപ്പോസിറ്റിൽ ഒരു ആക്ടർ ഉണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്. ഇതാണ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇനി ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ഹെക്ടിക് ടാസ്ക്. ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഇത് കുറെ പേര് ചോദിക്കണം എന്ന് പറഞ്ഞത്, അതായത് നിങ്ങൾ ആക്ച്വലി എവിടെ നിന്നാ വരുന്നത്? നിങ്ങൾ മലയാളിയാണോ തമിഴാണോ? അതുകൊണ്ട് കേരളത്തിൽ എവിടെ അപ്പൊ നമ്മളുടെ വേരുകൾ കിടക്കുന്നത്? അച്ഛന്റെ ആലപ്പുഴയാണ്, അമ്മ കൊല്ലം. ഓക്കെ, നമ്മളോ? എന്റെ പാലക്കാട്.
പാലക്കാട് പക്കത്തിലെ വീട്ടിലാ നമ്മൾ താമസിക്കുന്നത്? പാലക്കാട് പക്കത്തെ വീട്ടിൽ കിട്ടിട്ടില്ല? ഇല്ല ഇല്ല. സോങ് വെരി ഫേമസ് സോങ്. അയ്യോ അത് പാടി എനിക്കറിയാം. നീ അപ്പടി പറഞ്ഞു കൂടെ അറിയില്ല. പാലക്കാട് പക്കത്തിലെയോ. ഒരുപാട് പേര് താങ്കളെ കാണുന്ന സമയത്ത് ചോദിക്കാറുണ്ടോ കൃഷ്ണനോ അല്ലെങ്കിൽ ഗന്ധർവനോ ആക്കാൻ പറ്റിയ നല്ല ഫിഗർ ആണെന്നുള്ളത്? ചോദിക്കാറില്ലേ? റിയൽ ലൈഫ് കൃഷ്ണനാണ്. അറിയാം. എനിക്ക് നല്ലോണം അറിയാം. എല്ലാം അറിയാം. എന്റെ മാനേജറാ കുട്ടി. ഗേൾസ് പ്രപ്പോസ് ചെയ്യുന്നു, ഗേൾസ് മെസ്സേജ് അയക്കുന്നു, ഞാനൊക്കെ കൂടെ ഡേറ്റ് ചെയ്യുന്നു, ഇതൊക്കെ എന്റെ മാനേജർ നോക്കുന്നത്. ചെയ്തോണ്ടിരിക്കണ്ടല്ലോ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോ നിങ്ങൾക്ക് ഒരുപാട് ഫാൻ പേജ്, എനിക്ക് തോന്നുന്നു 10ൽ കൂടുതൽ ഫാൻ പേജ് എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. 60, 70, ഇപ്പൊ 100 ആയി. ഇതെല്ലാം ഈ അമ്മ അറിയാതെ സീരിയലിൽ വന്നതിന് ശേഷം സംഭവിച്ചതാ. ഫസ്റ്റ് ടൈം അതിൽ രണ്ടുപേരും കൂടെ ഒരു വീഡിയോക്ക് ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലേ? അപ്പൊ യൂഷ്വലി നമ്മൾക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുന്ന സമയത്ത്. അതൊക്കെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് താങ്കൾ ഒരു സമയത്ത് നിർത്തിയിട്ട് പോയതാ സീരിയലിൽ നിന്ന്. പിന്നെ ഈ പ്രേക്ഷകരുടെ അഭേദ്യമായിട്ടുള്ള ഭയങ്കര പിന്തുണ കൊണ്ട് രണ്ടാമത് തിരിച്ചു വരിക എന്നുള്ളത്. അപ്പൊ എന്താ തിരിച്ചു വരാനുള്ള കാരണം എന്തായിരുന്നു? ഈ ആരാധകരുടെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ആവശ്യം? അത് മെയിൻ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇത് വിട്ടപ്പം എനിക്ക് എന്റെ പീപ്പിൾ ടെൽ റൈറ്റ് ഒരു എലിഫന്റിന് അതിന്റെ സ്ട്രെങ്ത് അറിയത്തില്ലെന്ന്, ഹൗ ബിഗ് ഇറ്റ് ഇസ്. അപ്പൊ എനിക്ക് ഞാൻ ആ ഒരു സ്റ്റേറ്റിലാണ്. ഐ ഡിഡ്ന്റ് നോ ഔട്ട്സൈഡ് എന്തൊരു ഫാൻ ബേസ് എനിക്കുള്ളതെന്ന്. സോ ഞാൻ ആക്ച്വലി ചെയ്തിരിക്കുമ്പോൾ ഐ യൂസ് ടു ഗെറ്റ് ലോട്ട് ഓഫ് റെസ്പോൺസ്. പക്ഷെ വിട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ബിക്കോസ് കുറെ ആൾക്കാർ ഈവൻ ഫ്രം ഫോറിൻ ഇറ്റ്സെൽഫ്, UK-ന്നും കാനഡയിൽ നിന്നൊക്കെ ആൾക്കാർ യൂസ് ടു മെസ്സേജ് മീ വൈ ഡിഡ് ലീവ്. ഞാൻ നിങ്ങളൊക്കെ കാണുമോ സീരിയലിൽ നിന്ന്? ഐ വാസ് ലൈക്ക് വെരി ഷോക്ക്ഡ്. സോ കുറെ ആൾക്കാർ എനിക്ക് ടു സെൻഡ് മീ വോയിസ് മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം മെസ്സേജ്. ചില ആൾക്കാർ നമ്പർ തപ്പി പിടിച്ച് എന്നെ വിളിക്കുമായിരുന്നു. എന്താ ചേട്ടാ വിട്ട്, എന്താ ചേട്ടാ വിട്ട്. ഐ വാസ് ലൈക്ക് ടു മച്ച് ഇൻ ടു ഇറ്റ്. പീപ്പിൾ എനിക്ക് ദേ ടു സെൻഡ് മീ ഇമോഷണൽ നോട്ട്സ്. കുറെ ഗേൾസ് പെൺകുട്ടികളല്ലേ എന്തോ ചേട്ടാ വിട്ട് പകരം കരച്ചില്. ഐ കൻ ലിസൺ ടു ദ വോയിസ് നോട്ട്സ് റൈറ്റ് ദ സെൻഡ് മീ ഇൻ സോഷ്യൽ മീഡിയ. സോ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ചെറിയൊരു വിഷമമായി. പിന്നെ when they replaced me with the character, people didn't accept that person. So that was a big drawback for them. So അതും കൂടെ ആയപ്പം people were like too much, they stopped watching serial, to be honest. എന്നോട് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. Even after 1 year I left that. ഇപ്പോഴും പുറത്ത് പോകുമ്പോൾ നിങ്ങൾ പുറത്ത് ക്വിറ്റ് ചെയ്തപ്പം നിങ്ങൾക്ക് ഒരുപാട് വിഷമമായി. ഈവൻ നൗ ദേ കീപ് ടെല്ലിങ് ദാറ്റ്. ആ ഒരു സംഭവം മെയിനായിട്ട് പറയും. അപ്പം എന്തിനാ വിട്ടപ്പം സീരിയൽ നിർത്തി, കാണാറില്ല. അപ്പൊ അതൊക്കെ കേട്ടപ്പം ശ്രീതു തന്നെ ഒരുപാട് മിസ് ചെയ്തു. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞതൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു എതുക്കാ പറഞ്ഞു. അപ്പൊ പിന്നെ അലീനയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അലീന ഗിഫ്റ്റാണ് ഞാൻ, അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എന്താ ഇത്ര ഒരു പ്രിപ്പറേഷൻ? ഞാനേ ഷോക്കാണ്. ഇതൊക്കെ നടന്നോന്ന് ഞാൻ ആലോചിക്കുന്നു. അങ്ങനെയൊന്നും അല്ല, എനിക്ക് ആര് വന്നാലും സന്തോഷം. ഏഷ്യാനെറ്റിലെ സീരിയലുകൾ എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതാണ്. അത്തരത്തിൽ അമ്മയറിയാതെ എന്ന പരമ്പര വലിയ ഹിറ്റായിരുന്നു. സീരിയലിൽ അഭിനയിച്ചതിൽ കൂടുതൽ അന്യ താരങ്ങളാണ്. പൂർണിമ എന്ന നടിയും ആ സീരിയലിൽ അമ്മയായും തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു. പഴയകാല നടിയായിരുന്നു പൂർണിമ. അല്ലെങ്കിൽ അലീന അമ്പാടി കോമ്പിനേഷൻസ് ഒക്കെ ആരാധകർ വലിയ രീതിയിൽ ഏറ്റെടുത്ത ഒരു ജോഡികൾ തന്നെയായിരുന്നു. സീരിയൽ അവസാനിക്കുന്നതുവരെയും ഇവർ ഒന്നിക്കണം എന്ന ആഗ്രഹമായിരുന്നു ആരാധകർക്ക്. തുടക്കത്തിൽ വേറിട്ട ഒരു കഥയെന്ന് തോന്നിയില്ല എങ്കിലും പിന്നീട് മുന്നോട്ട് വന്നപ്പോൾ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സീരിയലിനെ ഏറ്റെടുത്തത്. സീരിയലിലെ ജോഡികളായ അമ്പാടിയും അലീനയും പ്രേക്ഷകർക്ക് ഇന്നും ഏറെ പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നിഖിലിനെയും ശ്രീധുവിനെയും കണ്ടാലും അമ്പാടി അലീന എന്ന് തന്നെ ഇന്നും പ്രേക്ഷകർക്ക് വരുള്ളൂ. അമ്മയറിയാതെ സംരക്ഷണം ചെയ്തു തുടങ്ങി കുറച്ചു നാളുകളായപ്പോൾ തന്നെ അമ്പാടിയും അലീനയും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കണം എന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ പല സീരിയലുകളിലെയും ജോഡികൾ യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കുന്നത് വാർത്തയാകാറുണ്ട്. അത്തരത്തിൽ അലീനയും അമ്പാടിയും നിഖിലും ശ്രീതും യഥാർത്ഥ ജീവിതത്തിലും ഒന്നിക്കുമോ എന്ന് പ്രേക്ഷകർ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ താരങ്ങൾ പറയുന്നത്.